ഹായ് ഫ്രണ്ട്സ്, ഞാനിന്നിവിടെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നത് ഐഫോണിൽ എങ്ങനെ 2ൽ കൂടുതൽ വാട്സാപ്പ്, അതായത് 3 വാട്സാപ്പ് എങ്ങനെ യൂസ് ചെയ്യാം. ഒറിജിനലായിട്ട് ഒരു വാട്സാപ്പ് ഐഫോണിൽ ആപ്പിൾ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്നതാണ്. അതുകൂടാതെ 2 വാട്സാപ്പ് എങ്ങനെ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാമെന്ന് നോക്കാം. ഇതിന് നിങ്ങൾക്കായി ഒരു കമ്പ്യൂട്ടർ നിർബന്ധമാണ്. നിങ്ങളുടെ കയ്യിൽ നിർബന്ധമായും ഒരു കമ്പ്യൂട്ടറോ ഒരു മാക്കോ ലാപ്ടോപ്പോ നിർബന്ധമാണ്. ഞാൻ തരുന്ന ലിങ്കിൽ നിന്നും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്താൽ ഇതുപോലെ ഒരു ഫോൾഡർ ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കുക. ഈ ഫോൾഡറിൽ 2 വാട്സാപ്പ് ലിങ്കും 2 വാട്സാപ്പും ഒരു ഇമ്പാക്ടർ എന്ന് പറഞ്ഞൊരു ഫോൾഡറും കാണാം. ഇമ്പാക്ടർ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ഇമ്പാക്ടർ എന്നൊരു ആപ്ലിക്കേഷൻ ഉണ്ടാവും. ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു വിൻഡോ ആണ് വരിക. ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ ഇതുപോലെ ഒരു വിൻഡോ നിങ്ങളുടെ കമ്പ്യൂട്ടർ ഓപ്പൺ ആകുന്നതാണ്. നിങ്ങളുടെ മൊബൈൽ കമ്പ്യൂട്ടറുമായി കണക്ട് ചെയ്താൽ ഇതുപോലെ ഇവിടെ കാണുന്ന പോലെ നിങ്ങളുടെ ഐഫോൺ ഇവിടെ കണക്റ്റായി നിങ്ങൾക്ക് കാണിക്കാം. അതിനുശേഷം ഞാൻ തന്ന ലിങ്കിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത ഫോൾഡറിൽ നിന്നും വാട്സാപ്പ് 1, 2 വാട്സാപ്പ് ഉണ്ട്. അതിൽ നിന്നും ഒരു വാട്സാപ്പിനെ ഇതിലേക്ക് വലിച്ചിടുക. ഈ സൈഡിയ ഇമ്പാക്ടർ എന്ന് പറഞ്ഞ ആപ്ലിക്കേഷനിലേക്ക് വലിച്ചിടുക. അത് വലിച്ചിടുമ്പോൾ നിങ്ങൾ ആപ്പിൾ ID സൈൻ ഇൻ ചെയ്യാൻ പറയുന്നതാണ്. നിങ്ങളുടെ ആപ്പിൾ ID അടിച്ചു കൊടുക്കുക. gmail.com ആപ്പിൾ ID അടിച്ചു കൊടുത്ത് അതിൻ്റെ കൂടെ പാസ്വേഡും അടിച്ചു കൊടുക്കുക. നിങ്ങളുടെ മൊബൈലിലേക്ക് ഇൻസ്റ്റാൾ ആകുന്നതായി കാണാം. കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക. നിങ്ങളുടെ മൊബൈലിൽ ഓൾറെഡി ഒരു വാട്സാപ്പ് ഇവിടെ ഉണ്ട്. അതുകൂടാതെ ഇനി ഒരു വാട്സാപ്പാണ് ഇൻസ്റ്റാൾ ആക്കുന്നത്. മൊബൈൽ ഏറ്റവും പുതിയ വെർഷനായ 10.11 എന്ന വെർഷനാണ്. ജെയിൽ ബ്രേക്ക് ചെയ്യാൻ സാധിക്കാത്ത വെർഷനാണ്. അതിലേക്കാണ് നമ്മൾ പുതിയ വാട്സാപ്പ് കയറ്റുന്നത്. കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഈ വാട്സാപ്പിന് വളരെയേറെ പ്രത്യേകതകളുണ്ട്. വാട്സാപ്പ് ലോക്ക് ചെയ്യാം, വാട്സാപ്പിൽ കൂടുതൽ സൈസുള്ള വീഡിയോകൾ സെൻഡ് ചെയ്യാം. അങ്ങനെ അനേകം ഫീച്ചറുകൾ അടങ്ങിയ ഒരു വാട്സാപ്പാണിത്. ഏകദേശം കുറച്ച് ടൈം വെയിറ്റ് ചെയ്താൽ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ആവുന്നതാണ്. ഇൻസ്റ്റാൾ ആയി കഴിഞ്ഞാൽ ഇതുപോലെ ഇവിടെ വാട്സാപ്പ് CTS വാട്സ് 2 CTS ടിപ്സിൻ്റെ വാട്സാപ്പ് 1 ഇതിവിടെ ഓപ്പൺ ആകണമെങ്കിൽ സെറ്റിങ്സിൽ പോയി ഡിവൈസ് ആൻഡ് മാനേജ്മെൻറ്റ് എന്ന ഓപ്ഷനിൽ പോയി നിങ്ങളുടെ ആപ്പിൾ ID അടിച്ചു കൊടുത്ത ആപ്പിൾ ID കാണാം. അതിൽ പ്രസ് ചെയ്താൽ ട്രസ്റ്റ് എന്ന് ഇവിടെ കാണാം. ട്രസ്റ്റ് ആപ്പിൾ ID എന്ന് കാണാം. അത് അടിച്ചു കൊടുത്താൽ ആപ്പിൾ ID ട്രസ്റ്റ് ആകുന്നതാണ്. അതിനുശേഷം വീണ്ടും ഹോം സ്ക്രീനിലേക്ക് വന്നാൽ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്താൽ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ വാട്സാപ്പ് ഓപ്പൺ ആവുന്നതാണ്. ഇനി വേറൊരു വാട്സാപ്പും കൂടി ഇതിലേക്ക് ആഡ് ചെയ്യുന്നത് എങ്ങനെയെന്ന് നോക്കാം. ഈ രണ്ടാമത്തെ വാട്സാപ്പും അതുപോലെ എടുത്ത് ഈ ആപ്ലിക്കേഷൻ്റെ ഈ വിൻഡോയിലേക്ക് ഇവിടെ വലിച്ചിടുക. അപ്പോൾ സ്വാഭാവികമായും ആപ്പിൾ ID ചോദിക്കും. അത് അടിച്ചു കൊടുത്ത് സൈൻ ചെയ്യുക. gmail.com പാസ്വേഡ് അടിച്ചു കൊടുക്കുക. പാസ്വേഡ് അടിച്ചു കൊടുത്താൽ കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക. ഇൻസ്റ്റാൾ ആകാൻ കുറച്ച് ടൈം എടുക്കുന്നതാണ്. ഈ 2 വാട്സാപ്പിലും പുതുതായി ഇൻസ്റ്റാൾ ചെയ്ത 2 വാട്സാപ്പിലും അനേകം ഫീച്ചറുകൾ അടങ്ങിയിട്ടുണ്ട്. അതായത് വാട്സാപ്പ് പ്ലസ് എന്നൊരു ഫീച്ചറാണ്. 2 വാട്സാപ്പിനും വാട്സാപ്പ് പ്ലസ് അടങ്ങിയിട്ടുണ്ട്. വാട്സാപ്പ് ലോക്ക് ചെയ്യാം, കൂടുതൽ സൈസുള്ള വീഡിയോകൾ സെൻഡ് ചെയ്യാം. വാട്സാപ്പ് ഇൻസ്റ്റാൾ ആകുന്നതിന് നമുക്ക് വാട്സാപ്പ് ഓപ്പൺ ചെയ്ത് നോക്കാം.
ഇതിൽ നിങ്ങളുടെ നമ്പർ കൊടുത്താൽ വെരിഫിക്കേഷൻ കോഡ് ലഭിക്കുന്നതാണ്. ഇത് വാട്സാപ്പ് ചാറ്റ് ഒന്നും വന്നിട്ടില്ല. അതുകൊണ്ട് സെറ്റിങ്സിൽ പോയാൽ പുതിയ വാട്സാപ്പിൻ്റെ ഫീച്ചർ എന്ന് പറഞ്ഞാൽ വാട്സാപ്പ് പ്ലസ് സെറ്റിങ്സ്, അതിൽ പോയാൽ നമുക്ക് കൂടുതൽ സെറ്റിങ്സുകൾ കാണാവുന്നതാണ്. അതായത് ഡിസേബിൾ റീഡ് റെസ്ട്രിക്ഷൻ, അതായത് നിങ്ങളുടെ റീഡ് ചെയ്ത് ഡിസേബിൾ ചെയ്ത് വെക്കാവുന്ന പാസ്വേഡ് സെറ്റ് ചെയ്യാം. പാസ്വേഡ് സെറ്റ് ചെയ്താൽ നമുക്ക് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് പാസ്വേഡ് ചോദിക്കുന്നതാണ്. പാസ്വേഡ് ചോദിച്ചാൽ മാത്രമേ ഓപ്പൺ ആകുകയുള്ളൂ. ഏത് ടൈമിൽ ഓപ്പൺ ആകുകയാണെങ്കിലും പാസ്വേഡ് അടിച്ചു കൊടുക്കാതെ വാട്സാപ്പ് ഒരിക്കലും ഓപ്പൺ ആവുകയില്ല. അനേകം പുതിയ ഫീച്ചറുകൾ ഈ വാട്സാപ്പ് പ്ലസിലുണ്ട്. സെൻഡ് അൺലിമിറ്റഡ് മീഡിയ സെൻഡ് ചെയ്യാം. അനേകം ഫീച്ചറുകളുണ്ട്. കളർ ചേഞ്ച് ചെയ്യാം, എല്ലാം ഉണ്ട്. അതുപോലെ തന്നെ അതിൻ്റെ വാട്സാപ്പ് 2 CTS വാട്സ് 2 എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ആക്കിയാൽ ഇതുപോലെ നിങ്ങളുടെ നമ്പർ ആഡ് ചെയ്ത് 3 വാട്സാപ്പും നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. 3 വാട്സാപ്പ് ജെയിൽ ബ്രേക്ക് ചെയ്യാത്ത മൊബൈൽ 3 വാട്സാപ്പ് നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യാവുന്നതാണ്. ഒരു PCയുടെ സഹായം നിർബന്ധമാണ്. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് വീഡിയോയുടെ മുകളിൽ കൊടുത്തിട്ടുണ്ട്. എല്ലാവരും ഡൗൺലോഡ് ചെയ്ത് വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക. മാക്സിമം എല്ലാ കൂട്ടുകാർക്കും ഷെയർ ചെയ്യുക. എല്ലാവർക്കും വേണ്ടി നിങ്ങൾ ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ.